സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനതിലേക്ക് സ്വാഗതം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങളുടെ സ്നേഹിതന്മാരെ ഉണ്ടായിക്കൊള്ളുവിൻ. ലൂക്കോസ് സുവിശേഷം 9-9 വാക്യം. സൂത്രശാലിയായ കാര്യസ്ഥൻ തൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ യജമാൻ്റെ കടം ഇളച്ചു കൊടുത്ത ഒരു ഉപമ യേശു പറഞ്ഞു. താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം പിന്നീട് അവിടെ നിന്ന് വാങ്ങാം എന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ ചെയ്ത അധാർമികമായ പ്രവൃത്തിയെ യേശു ഒരിക്കലും പ്രശംസിച്ചില്ല. എന്നാൽ അവരുടെ അവിശ്വസ്തയിൽ നിന്ന് ചിലത് പഠിക്കാം. യേശു പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ടാക്കി കൊടുക്കുവാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാക്കുമ്പോൾ അവർ നിത്യകൂടാരത്തിൽ നിങ്ങളെ ചേർത്ത് കൊടുവാൻ ഇടയാകും. 25 സെൻറ്റിൽ മധുരപ്രകാരങ്ങൾ വിനോദത്തിൽ മാറിയപ്പോലെ നാമും നമ്മുടെ ലൗകിക നന്മകൾ യഥാർത്ഥ നന്മകൾ നേടാൻ ഉപയോഗിക്കണം. എന്താണ് ഈ നന്മകൾ? യേശു പറഞ്ഞു, നിങ്ങൾക്കുള്ളത് വിറ്റ് പിഷ കൊടുപ്പീൻ. കള്ളനടുക്കുകയോ പുഴുകെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവീൻ. നമ്മുടെ നിക്ഷേപം നമ്മുടെ രക്ഷ നേടിത്തരുന്നില്ല, എന്നാൽ അത് ഉറപ്പാക്കുന്നു. നിങ്ങൾ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ഈ അടുത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ ഭൗതിക ആവശ്യം നിറവേറ്റിയത്? നിങ്ങളുടെ സഹായം എന്തുകൊണ്ടാണ് ഒരു നിക്ഷേപമാകുന്നത്? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ നിമിത്തവും യേശു നിമിത്തവും സാധുക്കൾ നിക്ഷേപിക്കാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.